CPI ജില്ലാ സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെയാണ് കാണാതായത്. തിരുവില്ലാമല വില്വാതിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യം. തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസ് സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരന് പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. 4 ദിവസമായി ഇരിങ്ങാലക്കുടയിൽ നടന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനമാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയ CC മുകുന്ദൻ MLA സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുൻമന്ത്രി VS സുനിൽകുമാർ, മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉൾപ്പെടെ 57 അംഗ കൌൺസിൽ അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. കൌൺസിൽ അംഗങ്ങളിൽ 7 പേർ വനിതകളാണ്. 50 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. നാട്ടിക MLA CC മുകുന്ദനെ ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനത്തിൽ നിന്ന് CC മുകുന്ദൻ ഇറങ്ങിപ്പോയി. CPIക്കാരനായി തുടരുമെന്ന് CC മുകുന്ദൻ പറഞ്ഞു. 4 ദിവസമായി ഇരിങ്ങാലക്കുടയിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മുഖ്യമന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റ് ശൈലിയില്ല എന്ന രീതിയിലുള്ള കടുത്ത പരാമർശങ്ങളും ചർച്ചകളിലുണ്ടായി. K രാജൻ ഒഴികെയുള്ള CPI മന്ത്രിമാരെയും പ്രതിനിധികൾ വിമർശിച്ചു. വിമർശനങ്ങൾ ഉൾക്കൊണ്ടും തിരുത്തേണ്ടത് തിരുത്തിയും മുന്നോട്ടു പോകുമെന്ന് നേതൃത്വം മറുപടി നൽകി. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് KG ശിവാനന്ദന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചതെങ്കിലും എതിർപ്പുയർന്നിരുന്നു. VS സുനിൽകുമാർ, TR രമേഷ് കുമാർ എന്നിവരെ ആരെയെങ്കിലും പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ഒടുവിൽ KG ശിവാനന്ദന്റെ പേരിൽ സമവായമാവുകയായിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വിദ്യാർത്ഥി യുവജന രംഗത്തെ സമ്പന്നമായ പ്രവർത്തന പാരമ്പര്യവുമായാണ് KG ശിവാനന്ദൻ CPIയുടെ തൃശൂർ ജില്ലയിലെ അമരക്കാരനാവുന്നത്. തൊഴിലാളി സംഘടനാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ശിവാനന്ദൻ എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ KG ശിവാനന്ദൻ ബാലവേദി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. ശ്രദ്ധേയമായ തൊഴിലല്ലെങ്കിൽ ജയിൽ പ്രക്ഷോഭകാലം മുതൽ സമരരംഗത്ത് സജീവമായിരുന്നു. AIYF കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. AIYF സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ കാസർഗോഡ് നിന്നും കൊച്ചിയിലേക്കുള്ള കാൽനട മാർച്ചിന്റെ ക്യാപ്റ്റനായിരുന്നു. നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും നയിക്കുകയും ചെയ്തു. ഓഹരി വിൽപ്പന നടത്തിയപ്പോൾ മോഡേൺ ബ്രെഡ് കമ്പനിയിലേക്ക് നടത്തിയ ശ്രദ്ധേയമായ സമരത്തിന് നേതൃത്വം നൽകി. സമരമുഖത്ത് വെച്ച് പലതവണ പോലീസ് മർദ്ദനത്തിനിരയായി. ജയിൽവാസവും അനുഷ്ഠിച്ചു. 2 ഘട്ടങ്ങളിൽ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറിയായി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും സംസ്ഥാന കൌൺസിൽ അംഗവുമാണ്. 2 തവണ CPI ദേശീയ കൌൺസിലിലും അംഗമായിരുന്നു. ഇപ്പോൾ AITUC ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളുമാണ്. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രാസംഗികനും എഴുത്തുകാരനുമാണ്. 3 ഗ്രന്ഥങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കുട്ടംകുളം സമരത്തിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കണമെന്ന് CPI ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം. കേരളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന നവോത്ഥാന സമരങ്ങളിൽ സുപ്രധാനമാണ് ഇരിങ്ങാലക്കുടയിൽ നടന്ന കുട്ടംകുളം സമരമെന്ന് പ്രമേയം പറയുന്നു. അനാചാരങ്ങൾക്കെതിരെ കൊച്ചി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SNDP യോഗവും പുലയ മഹാസഭയും ഒന്നിച്ചു നടത്തിയ മുന്നേറ്റമായിരുന്നു അത്. കുട്ടംകുളം സമരസേനാനികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി രാഷ്ട്രം അംഗീകരിച്ചു. എന്നാൽ ഇരിങ്ങാലക്കുടയിൽ നടന്ന ഐതിഹാസിക സമരത്തിന് ഉചിതമായ ഒരു സ്മാരകവും ഇതുവരെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഇടതുമുന്നണി സർക്കാർ ഇതിന് മുൻകൈ എടുക്കണമെന്ന് CPI തൃശൂർ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ പൊങ്ങണം വീട്ടിൽ ഫർസീൻ ഗഫൂറിനെയാണ് കാണാനില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയത്. പൂനെയിലെ ആർമി മെഡിക്കൽ കോളേജിലാണ് ഫർസീൻ ജോലി ചെയ്തിരുന്നത്. ബറേലിയിലേക്ക് പോകാൻ 9-നാണ് ബാന്ദ്രയിൽ നിന്ന് രാംനഗർ എക്സ്പ്രസ് ട്രെയിനിൽ കയറിയത്. 10-ാം തീയതി രാത്രി 10:30-യോടെ ഭാര്യയെയാണ് അവസാനമായി ഫോണിൽ വിളിച്ചത്. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാനായില്ലെന്ന് സഹോദരൻ സാജിദ് പറഞ്ഞു. വ്യാഴാഴ്ച നൈറ്റ് ലാസ്റ്റ് ഒരു അറൌണ്ട് 10:30 കൂടിയിട്ടാണ് ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത്. അത് അവന്റെ വൈഫിനാണ് ലാസ്റ്റ് കോൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇസത്ത് നഗറിൽ ഏർലി മോർണിംഗ് ഒരു അറൌണ്ട് 5:10 ഒക്കെ ആകുമ്പോൾ ട്രെയിന് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞ് അതിന്റെ ഒരു ടവർ ലൊക്കേഷനിലാണ് ലാസ്റ്റ് ഈ ഫർസീന്റെ മൊബൈൽ ലാസ്റ്റ് ആക്ടിവേറ്റ് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു നിമിഷം പോലും പുള്ളിയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ എന്താ ചെയ്യണത് നമുക്ക് ഒരു പിടുത്തം കിട്ടണില്ല. നമ്മൾ പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, MLA കണ്ടിട്ടുണ്ട്, പിന്നെ MP കണ്ടിട്ടുണ്ട്.
കാണേണ്ടവരെല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് കഴിയാവുന്ന തരത്തിൽ മാക്സിമം ഇവിടുന്ന് എന്താ ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ പോലീസ് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ നമുക്കറിയില്ല. പിന്നെ ആർമഡ് ഫോഴ്സസ് ഉണ്ട്, അവിടുന്ന് ആർമിക്കാരൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ബറേലിക്ക് ടിക്കറ്റ് കിട്ടാത്തതിനാൽ തൊട്ടടുത്തുള്ള ഇസത്ത് നഗറിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇസത്ത് നഗറിലെ ടവർ ലൊക്കേഷനാണ് അവസാനമായി കാണിച്ചത്. പരിശീലന സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. 3 മാസം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നത്. വിവാഹിതനാണ്. പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. സൈനിക തലത്തിലും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സുഹൃത്തും ഹവിൽദാറുമായ മുഹസിൻ പറഞ്ഞു. അവന്റെ സഹോദരൻ ഫൈമും വേറെ ഫ്രണ്ടും കൂടിയിട്ട് അവിടെ പോയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആർമിയുടെ ഇതിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഇപ്പൊ അവര് ത്രൂ ക്യാമറയിലും ഇതിലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ക്യാമറയിലും അവിടെ കടകളിലുള്ള ക്യാമറകളിലും ഒക്കെ ഫോട്ടോ ഒക്കെ ആയിട്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഫർസനെ തിരഞ്ഞ് ബറേലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈനിലുള്ള സഹോദരനും ബന്ധുവും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ NK അക്ബർ MLAയ്ക്കും സ്ഥലം MP-യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പരാതി നൽകിയിട്ടുണ്ട്. MLA ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പരാതി നൽകി. TCV ന്യൂസ്, ഗുരുവായൂർ. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. തിരുവില്ലാമല ടൗൺ ചുങ്കം സെന്ററിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത്. ചുങ്കം സെന്ററിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കും പോകുന്ന പ്രധാന വഴിയാണിത്. പറക്കോട്ടുകാവ് കൃഷിഭവൻ, ആയുർവേദ ഹോമിയോ ആശുപത്രികൾ, മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ഈ റോഡ് തന്നെ ആശ്രയം. കൂടാതെ KSEB ഓഫീസ്, സ്വകാര്യ സ്കൂൾ, ഗ്രാമീണ വായനശാല എന്നിവിടങ്ങളിലേക്കുള്ള പാതയും ഇതുതന്നെയാണ്. ബസ് സ്റ്റാൻഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ടാക്സി സ്റ്റാൻഡും എല്ലാം സംഗമിക്കുന്ന റോഡ് നിറയെ കുഴികൾ രൂപപ്പെട്ട് യാത്ര ദുഷ്കരമാണ്. മഴ പെയ്താൽ റോഡേത് കുഴിയേത് എന്നറിയാതെ വാഹനയാത്രക്കാർ നട്ടം തിരിയുകയാണ്. ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതാണ് റോഡ് തകർച്ച തുടർക്കഥയാകാൻ കാരണം. കർക്കിടക മാസം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രമാണുള്ളത്. നാലമ്പല ദർശനത്തിനായി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം വരാനിരിക്കെ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, തിരുവില്ലാമല. അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി പോകുകയായിരുന്ന ആംബുലൻസ് സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരന് പരിക്കേറ്റു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു അപകടം. അപകടത്തിനിടയാക്കിയ ആംബുലൻസിൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. തളിക്കുളത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി വരികയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നത്തങ്ങാടി ബാറിന് സമീപം അരിമ്പൂർ സ്വദേശിയായ സ്കൂട്ടർ യാത്രക്കാരൻ അശ്രദ്ധമായി ആംബുലൻസിന് മുന്നിലേക്ക് വാഹനം ഓടിച്ചു വന്നതാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തെ തുടർന്ന് ആംബുലൻസ് നിർത്താതെ പോയിട്ടില്ലെന്നും ആംബുലൻസിൽ 3 പേർ ഉണ്ടായിരുന്നതിനാലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം മറ്റൊരു ആംബുലൻസ് ഏർപ്പാടാക്കി തങ്ങൾ പോയതെന്നും അപകടത്തിനിടയാക്കിയ ആംബുലൻസിന്റെ ഉടമ പറഞ്ഞു. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അജണ്ടയാക്കി കൊണ്ടു നടക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. കടൽക്ഷോഭത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ബ്ലാക്ക് വാൾ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 8 മാസം വരെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയുള്ളൂവെന്നും അതിനുശേഷം UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കടപ്പുറം പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്താൻ നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് അത് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, PV ഉമർ കുഞ്ഞി, PK അബൂബക്കർ, നൌഷാദ് തിരുവത്ത്, BK സുബൈർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിൽ മരുന്നിന് പോലും മരുന്നില്ല. നമ്മൾ അങ്ങനെ പറയില്ല, മരുന്നിന് പോലും മരുന്നില്ലാത്ത ആശുപത്രികളുള്ള ഒരു സംസ്ഥാനമായി കേരളത്തിലെ ആശുപത്രികൾ മാറി. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് കഴിഞ്ഞ കുറെ ദിവസമായി സമരത്തിലാണ്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്ക്. മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഒരു കാലത്ത്
കൊടുങ്ങല്ലൂർ ഇടവിലങ്ങയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഒരു വിഭാഗം നേതാക്കൾ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു. പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് രാജിവെച്ചവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ MG അനിൽകുമാർ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ കൊല്ലത്തുവീട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VM ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 70-ലേറെ പേരാണ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗുരുവായൂർ കിഴക്കേനട മഞ്ജുലാലിന് സമീപത്തെ ട്രാൻസ്ഫോർമറിൽ കയറി സാഹസത്തിന് മുതിർന്ന മധ്യവയസ്കൻ ഷോക്കേറ്റ് തെറിച്ചു വീണു. ട്രാൻസ്ഫോർമറിൽ 30 അടിയോളം ഉയരത്തിൽ കയറിയ ഇയാൾ കാല് താഴേക്കിട്ട് 5 മിനിറ്റോളം ഇരുന്നു. ആളുകൾ കൂടി ബഹളമായതോടെ എഴുന്നേറ്റ് നിന്നു. ഇതിനിടയിൽ വൈദ്യുതി ലൈനിൽ തട്ടി താഴേക്ക് വീഴുകയായിരുന്നു. പോലീസ് എത്തി ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രമേശ് എന്നാണ് ആശുപത്രിയിൽ പേര് നൽകിയിട്ടുള്ളത്. കാട്ടൂർ മിനീസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പ്രദേശവാസികൾ നടത്തുന്ന റിലേ നിരാഹാര സമരം 7 ദിവസം പിന്നിട്ടു. എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം ഒഴുക്കി പരിസരത്തുള്ള കിണറുകളിലെ ശുദ്ധജലം മലിനപ്പെടുന്നതായി ആരോപിച്ചാണ് സമരം. ജനകീയ കുടിവെള്ള സംരക്ഷണ വേദിയുടെ സമരത്തിന് BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, ജനറൽ സെക്രട്ടറി VC രമേശ്, നഗരസഭാ കൌൺസിലർ വിജയകുമാരി, അനിലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും മറ്റും സർവീസ് ചെയ്തുവരുന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വടനപ്പള്ളി ബീച്ച് സ്വദേശികളായ പണ്ടാറത്തിൽ വീട്ടിൽ സ്വാലിഹ്, ആദിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കൊണ്ടുവന്ന പെട്ടി ഓട്ടോ വേഗം അറ്റകുറ്റപ്പണി ചെയ്ത് തരണമെന്നാവശ്യപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പലൂരിൽ കടലിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മലപ്പുറം താനൂർ എടക്കടപ്പുര കമ്മക്കാന്റെ വീട്ടിൽ ഷാജഹാന്റെ മകൻ 17 വയസ്സുള്ള ജുറൈജാണ് മരിച്ചത്. കഴിഞ്ഞ 9-ന് കടലുണ്ടിപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് ജുറൈജ് ഒഴുക്കിൽപ്പെട്ടത്. വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെ കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചെങ്ങന്നൂർ മാട്ടുമലയിലെ സ്വകാര്യ ക്രഷറിനെതിരെ പരാതിപ്പെടുന്നവരുടെ പേരിൽ കള്ളക്കേസെടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യപ്പെട്ടു. നിബന്ധനകൾ ലംഘിച്ചാണ് ക്രഷർ പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ 2019 മുതൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമരത്തിലാണെന്നും പരിഷത്ത് പ്രവർത്തകർ പറഞ്ഞു. 5 പരിഷത്ത് പ്രവർത്തകർക്കെതിരെ ക്രഷർ ഉടമയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പോലീസ് കേസെടുത്തതെന്നും പരിഷത്ത് ഭാരവാഹികൾ ആരോപിച്ചു. പരിഷത്ത് കൊടകര മേഖലാ കമ്മിറ്റി സെക്രട്ടറി AT ജോസ്, KK അനീഷ് കുമാർ, M മോഹൻദാസ്, KG ലിബിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നന്മയുടെ ലഹരിയായി തലയുയർത്തി നിൽക്കുകയാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ലഹരി മുക്ത കേന്ദ്രം. എക്സൈസും ആരോഗ്യവകുപ്പും അക്ഷീണ പ്രവർത്തനവുമായി മുന്നേറുന്ന ഈ കേന്ദ്രം ഒട്ടേറെ പേർക്കാണ് ജീവിതത്തിന്റെ പുതുവാതിൽ തുറന്നത്. ാണ് കേന്ദ്രത്തിന് തുടക്കമിട്ടത്. തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ നിന്നും 15,913 പേർ ഇതിനകം OPയിൽ ചികിത്സ തേടി. 1000-ഓളം ആളുകൾ കിടത്തി ചികിത്സയ്ക്കും വിധേയരായി. ഇതിൽ 70% പേർ ലഹരിയോട് വിട പറഞ്ഞു. മാനസികാരോഗ്യ വിദഗ്ധൻ, മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർ, നഴ്സിംഗ് ഓഫീസേഴ്സ്, മികച്ച സെക്യൂരിറ്റി വിഭാഗം എന്നിവർ ഒന്നിക്കുന്ന ടീമാണ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. നൂതനമായ വിവിധ കൌൺസിലിംഗ് ചികിത്സാ രീതികൾ ഇവിടെ സൗജന്യമായി ലഭിക്കുന്നു. യുവതലമുറയെ കാർന്നു തിന്നുന്ന രാസലഹരി ഉപയോഗത്തെയും ചെറുക്കാൻ സാധിക്കുന്നുവെന്നാണ് ദൗത്യസംഘം അവകാശപ്പെടുന്നത്. ആശുപത്രിയിലെ തന്നെ നിലവിലുള്ള ഒരു വാർഡിനെ വിപുലീകരിച്ചുകൊണ്ട് നവീകരിച്ചു. ഈ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലൂടെ നമ്മൾ കിടത്തി ചികിത്സാ സൗകര്യവും കൂടാതെ കൗൺസിലിംഗ് സൗകര്യങ്ങൾ, OP വഴി നൽകുന്ന സേവനങ്ങൾ ഇതെല്ലാം തന്നെ നൽകുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ലഹരിയുടെ പിടിയിലായവർക്ക് ദീർഘകാല ചികിത്സ ആവശ്യമെങ്കിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ഉൾപ്പെടെ മാനസിക, ശാരീരിക, കായിക ഉല്ലാസത്തിനു വേണ്ടി ആധുനിക സൗകര്യം ഏർപ്പെടുത്തുമെന്ന് എക്സൈസ് റേഞ്ച് വിമുക്തി കോർഡിനേറ്റർ KK രാജു പറഞ്ഞു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഡി അഡിക്ഷൻ സെന്ററാണ് ചാലക്കുടിയിലുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ നിരവധി സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതാണ്. അവിടെ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് ചികിത്സയ്ക്ക് വരികയും അതിനോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് രഹസ്യ സ്വഭാവം നിലനിർത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ സൗജന്യ ചികിത്സ ഉറപ്പുവരുന്നത്.
ജില്ലയിൽ തന്നെ മികച്ച കൗൺസിലേഴ്സ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ വർക്കർമാർ, അതുപോലെ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് എന്നിവരുടെ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഇനിയും ഒരുപാട് പേരെ ജീവിതത്തിന്റെ വസന്തകാലത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ അക്ഷീണം മുന്നേറുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. അതിന് താങ്ങാവുന്നത് ജീവനക്കാരുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയും സന്നദ്ധ സംഘടനകളുടെ കൈത്താങ്ങുമാണ്. TCV ന്യൂസ്, ചാലക്കുടി. അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന 2 ടിപ്പർ ലോറികളും മണ്ണുമാന്തി യന്ത്രവും എരുമപ്പെട്ടി പോലീസ് പിടികൂടി. കടങ്ങോട് മനപ്പടി കിഴക്കുമുറി പ്രദേശത്താണ് മണ്ണെടുത്തിരുന്നത്. റവന്യൂ ജിയോളജി വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് കുന്നിടിച്ച് മണ്ണെടുത്തിരുന്നത്. ടിപ്പർ ലോറികളിൽ മണ്ണ് കടത്തിക്കൊണ്ടു പോകുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ഷിജു ചിരിയങ്കണ്ടത്ത് സന്ദേശം നൽകി. ഫാദർ ജെയിംസ് ചെറുവത്തൂർ സഹകാർമ്മികനായി. തളിയകുളകരയിൽ നടന്ന സമൂഹ മാമോദീസയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ചകൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. ചടങ്ങുകൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സഹവികാരി ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ, കൈക്കാരന്മാരായ PA ഹൈസൻ സേവിയർ വാഗയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കൂട്ടിൽ, ജനറൽ കൺവീനർ TJ ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP തൃശൂർ സിറ്റി ഘടകവും NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസും TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് സംഘടിപ്പിച്ച വിദ്യാമൃതം 2025 പരിപാടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട 1000-ഓളം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട, പുസ്തകം എന്നിവയും 20 വിദ്യാർത്ഥിനികൾക്ക് സൈക്കിളുകളും 10 കിടപ്പ് രോഗികൾക്ക് വീൽചെയർ എന്നിവ NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസും TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് വിതരണം ചെയ്തു. ചടങ്ങിൽ NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറും TV ജോസ് മെമ്മോറിയൽ NTC ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായ വർഗീസ് ജോസ് ടി, ഡയറക്ടർമാരായ റോസ് വർഗീസ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, KA ബോബൻ, ആക്വിലിൻ വർഗീസ്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ബിനു ജോർജ്, HR മാനേജർ P ഗിരീഷ് കുമാർ, പ്ലാനിംഗ് മാനേജർ TK ദേവദാസ്, റിക്കവറി മാനേജർ ജയപ്രകാശ്, BJP നേതാക്കളായ PK ബാബു, A നാഗേഷ്, MS സമ്പൂർണ, AR അജി ഘോഷ്, രവികുമാർ ഉപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവന് വരന്തരപ്പള്ളിയിൽ തുടക്കമായി. സാംസ്കാരിക സമ്മേളനം കവി C രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സിറാജുദ്ദീൻ അദനി അധ്യക്ഷത വഹിച്ചു. സാഹിത്യോത്സവന്റെ ഭാഗമായുള്ള പുസ്തക പൗലിയന്റെ ഉദ്ഘാടനവും നടന്നു. 2 ദിവസങ്ങളായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 400 വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. സാഹിത്യോത്സവമാണ് അതിൽ ഇന്ന് നിങ്ങൾ പതാക ഉയർത്തുമ്പോൾ ബസ്സുകൾ കയറാത്തൊരു ബസ് സ്റ്റാൻഡുണ്ട് തിരുവില്ലാമലയിൽ. ചരിത്ര പ്രസിദ്ധമായ വില്വാദ്രിനാഥ ക്ഷേത്ര പരിസരത്തുള്ള ബസ് സ്റ്റാൻഡാണ് പണി തീർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അനാഥമായി കിടക്കുന്നത്. അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെയും തെരുവുനായ്ക്കളുടെയും വിശ്രമ കേന്ദ്രമാണ് ഇപ്പോൾ തിരുവില്ലാമല ബസ് സ്റ്റാൻഡ്.
സാമൂഹിക വിരുദ്ധരുടെയും ലഹരി മാഫിയുടെയും വിഹാര കേന്ദ്രമായി ഇവിടം മാറി. ബസ്സുകൾ പാർക്ക് ചെയ്യാനും ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ബസ്സുകളൊന്നും ഈ സ്റ്റാൻഡിലേക്ക് വരുന്നില്ല. ഗതാഗത വകുപ്പിന് നാട്ടുകാർ ആദ്യം പരാതി നൽകി. നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടും പരാതി കൊടുത്തു. യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ബസ് സ്റ്റാൻഡിൽ തിരുവില്ലാമല പഞ്ചായത്ത് വെച്ച വാട്ടർ ATM മദ്യപാന സംഘങ്ങൾക്ക് മാത്രമാണ് പ്രയോജനമായതെന്നും ആക്ഷേപമുണ്ട്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് സൗകര്യത്തിനായി ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തിരുവില്ലാമല. ചിറക്കൽ കൊറ്റങ്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊറ്റങ്കോട് കൽപ്പകനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സമരം പ്രസിഡന്റ് TE ജോയ് ഉദ്ഘാടനം ചെയ്തു. ഷാജി കളരിക്കൽ, NR റോഷ്, TL പോൾസൺ, KG വത്സൻ, KJ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. റിട്ടയർഡ് ഹെഡ്മാസ്റ്റർമാരുടെ സംഘടന കുന്നംകുളം മേഖലയിലെ സ്കൂൾ PTA പ്രസിഡന്റുമാർക്ക് അവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. RHC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷനായി. കുന്നംകുളം AEO A മൊയ്തീൻ, പ്രിൻസിപ്പൽ VB ശ്യാം, ഹെഡ്മിസ്ട്രസ് KK മഞ്ജുള, PTA പ്രസിഡന്റ് P മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് റേഞ്ചർ പുരസ്കാരം നേടിയ പെരുമ്പലാവ് സ്വദേശിനി വിനയയെ BJP ആദരിച്ചു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാടയണിയിച്ചു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു, കടവലൂർ ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ്, MS നികേഷ്, അരവിന്ദാക്ഷൻ, ശങ്കരനാരായണൻ, വിപിൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ BSc വിദ്യാർത്ഥിനിയാണ് വിനയ. കൊൽക്കത്ത സ്വദേശിയായ ERന്റെ പ്രഭാത ഭക്ഷണത്തിന് പത്തരമാറ്റ് കേരള രുചിയെന്ന് നാട്ടുകാർ. പെരുമ്പിലാവിലും പരിസര പ്രദേശങ്ങളിലുമാണ് ER രുചിപ്പെരുമ തീർക്കുന്നത്. രാവിലെ 6 മണിക്ക് തുടങ്ങും ERന്റെ പ്രഭാത ഭക്ഷണ വണ്ടിയോട്ടം. സ്കൂട്ടറിൽ ഘടിപ്പിച്ച ചെറിയ ഹാൻഡ് മൈക്കിൽ പൊറോട്ട, വെള്ളയപ്പം, ഇഡ്ഡലി, നൂൽപുട്ട്, കടലക്കറി, മുട്ടക്കറി, സമൂസ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ സ്വന്തം ശബ്ദത്തിലുള്ള വിളിച്ചുപറയൽ നാട്ടുകാർക്ക് സുപരിചിതമാണ്. ഹോട്ടലിനേക്കാൾ വിലക്കുറവിലാണ് വിൽപ്പന നടത്തുന്നത്. ഭക്ഷണം വീട്ടുപടിക്കൽ എത്തിച്ചു നൽകുകയും ചെയ്യും. ഇയാൾ കൊൽക്കത്തയിൽ നിന്നും കുടുംബവുമായി കേരളത്തിലെത്തിയിട്ട് 12 വർഷത്തോളമായി. പൊറുവൂർ ചീനിത്തുറ പാടശേഖരത്തിന് സമീപം 3 സെന്റിൽ മക്കളും ഭാര്യയോടൊപ്പവുമാണ് താമസം. കേരളത്തിലെത്തിയ സമയം മരം കയറ്റ് തൊഴിലാളിയായിരുന്നു. എന്നാൽ 2 വർഷം മുൻപ് ജോലിക്കിടയിൽ മരത്തിൽ നിന്നും വീണ് 6 മാസത്തോളം തൊഴിലിന് പോകാൻ കഴിയാതെ വീട്ടിൽ കിടപ്പിലായിരുന്നു. പിന്നീട് മരം കയറൽ ജോലി ഉപേക്ഷിച്ചാണ് ഭാര്യയുടെ സഹായത്തോടെ വീട്ടിൽ പലഹാരങ്ങളും കറികളും ഉണ്ടാക്കി വിൽപ്പന തുടങ്ങിയത്. ERന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ കണ്ടറിഞ്ഞ നാട്ടുകാർ പുതിയ കച്ചവടത്തിന് പ്രോത്സാഹനവും പിന്തുണയും നൽകി വരുന്നു. TCV ന്യൂസ്, കുന്നംകുളം. കൊടുങ്ങല്ലൂർ കള്ളുഷാപ്പിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ 2 പേർ അറസ്റ്റിൽ. എറിയാട് സ്വദേശികളായ വളവത്ത് വീട്ടിൽ സന്ദീപ്, പുന്നില്ലത്ത് വീട്ടിൽ മുഹമ്മദ് റാഫി എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടലിലെ പണി സംബന്ധമായ വാക്കുതർക്കത്തെ തുടർന്ന് എറിയാട് സ്വദേശി എടപ്പള്ളി വീട്ടിൽ മുഹമ്മദ് റാഫിയെ കള്ളുകുപ്പികൊണ്ട് തലക്കടിച്ച കേസിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. മുക്കാട്ടുകരയിൽ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോഗ്രാം ചെയർമാൻ മോഹൻദാസ് നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ശ്യാമള മുരളീധരൻ, സുബി സുകുമാർ, ED ജോണി, MM രാമചന്ദ്രൻ, K ജയകുമാർ, ജെൻസൺ ജോസ് കാക്കശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. CPI ജില്ലാ സമ്മേളനത്തിൽ നിന്നും CC മുകുന്ദൻ MLA ഇറങ്ങിപ്പോയി. MLA ഇറങ്ങിപ്പോയത് ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനെ തെരഞ്ഞെടുത്തു. ഉത്തർപ്രദേശിലെ ബറേലിയിലേക്ക് പരിശീലനത്തിന് പോയ ഗുരുവായൂർ സ്വദേശിയായ സൈനികനെ കാണാതായതായി പരാതി. താമരയൂർ സ്വദേശി ഫർസീൻ ഗഫൂറിനെയാണ് കാണാതായത്.
തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ ദുരിതയാത്ര. നാലമ്പല ദർശനം തുടങ്ങും മുൻപ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം. തൃശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടവരുമായി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസ് സ്കൂട്ടറിലിടിച്ച് യാത്രക്കാരന് പരിക്ക്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.